നമസ്കാരം. നമ്മളുടെ കൈകളിലെയും അതുപോലെ തന്നെ വയറിലെയും മസിലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഒരു എക്സർസൈസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നടുവേദനയോ ഡിസ്ക് പ്രോബ്ലംസോ അല്ലെങ്കിൽ വയറിലോ കണ്ണിലോ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം നാളാകാത്തവർ അവർ ഇത് ചെയ്യാൻ പാടില്ല. ഇത് ഒരു അല്പം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു എക്സർസൈസാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളെ കൊണ്ടാവുന്ന പോലെ ആദ്യത്തെ ദിവസം 1 or 2 തവണ ചെയ്യുക. എന്നിട്ട് ഗ്രാജ്വലി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിതുപോലെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. അപ്പോൾ ഈ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഹിപ്പ് തൊട്ട് നീ വരെ ഒറ്റ ലൈനായിരിക്കും. അപ്പോൾ ഈ 2 മുട്ടിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇതുപോലെ വരും. ആ സെയിം ഗ്യാപ്പ് തന്നെ നമ്മൾ കാൽപ്പത്തികളുടെ ഇടയിലും കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ കാലുകൾ ഇതുപോലെ നീട്ടി വയ്ക്കും. മീൻസ് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് ഹൈ പ്ലാങ്ക് പോസിലേക്ക് വന്നു. എന്നിട്ട് ഇവിടുന്ന് നോട്ടം നേരെ ഇരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ നമ്മുടെ അപ്പർ ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്തിട്ട് കാലിൻ്റെ ഹീൽസ് ഒന്ന് തറയിൽ ടച്ച് ചെയ്തു. എന്നിട്ട് ആ വലത് കൈ കൊണ്ടുവന്ന് ലെഫ്റ്റ് കാലിൻ്റെ ഇടത് കാലിൻ്റെ വിരലുകളിൽ കാലിൻ്റെ പത്തിലൊന്ന് ടച്ച് ചെയ്തിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ ദണ്ഡാസനം അഥവാ ഹൈ പ്ലാങ്ക് പോസിലേക്ക് വന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കൈ ഇതുപോലെ വലത് കാലിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്യുന്നു. ശ്വാസം എടുത്ത് നേരെ വരുന്നു. വീണ്ടും ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് നേരെ വരിക. ശ്വാസം വിട്ട് ഓപ്പോസിറ്റ്. ശ്വാസം എടുത്ത് നേരെ വരിക. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിർത്താതെ നമ്മൾ റബ്ബർ ബോൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കുത്തിപ്പോകുന്ന പോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു പക്ഷേ നമുക്ക് ആദ്യ ദിവസം 2 തവണയോ 3 തവണയോ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. ആ 3 തവണ ചെയ്യുക. രണ്ടാമത്തെ ദിവസം 1 തവണ കൂടെ കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ദണ്ഡാസനത്തിലേക്ക് വരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പർവ്വതാസനത്തിലേക്ക് വരുന്നു. നമ്മളുടെ വലത് കൈ കൊണ്ടുവന്ന് ഇടത് കാലിൽ ടച്ച് ചെയ്യുന്നു. വലത് കൈപ്പത്തി ഇടത് കാലിലെ കാൽപ്പത്തിയിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുന്നു. എന്നിട്ട് ശ്വാസം എടുത്ത് ഹൈ പ്ലാങ്കിലേക്ക് വരുന്നു. ദെൻ ഇടത് കൈപ്പത്തി വലത് കാലിൻ്റെ പത്തിയിൽ കൊണ്ട് ടച്ച് ചെയ്യുന്നു. ശ്വാസം വിട്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ മൗണ്ടൻ പോസ്റ്റിലേക്ക് വരുന്നു. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ദണ്ഡാസനത്തിലേക്ക് വരുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു എക്സർസൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.